ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇടതുപക്ഷ സർക്കാർ മാറാൻ പോകുന്നു എന്ന് കോൺഗ്രസുകാർ പ്രചരിപ്പിച്ചു തുടങ്ങിയതിന് പിന്നാലെ തലസ്ഥാനത്തെ സംഘികളൊക്കെ ഒന്ന് വാലുപൊക്കി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്തെ നെട്ടയത്തുണ്ടായ സംഭവം, മലമുകളിലെ ഒരു കുടുംബ പ്രശ്നത്തെ സംഘപരിവാറുകാർ രാത്രി തെരുവിലിറങ്ങി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും ഗുണ്ടായുസവും ഒക്കെ എല്ലാവരും കണ്ടതാണ്. അതായത് ഇവർ കരുതുകയാണ് ഇനിയിപ്പോൾ ഇടതുപക്ഷ സർക്കാർ അവസാനിച്ചു, ഇനി നമ്മുടെ വിളയാട്ടം തന്നെയാണ്, വരാൻ പോകുന്ന സർക്കാർ നമുക്ക് അനുകൂലമാണ്, അതുകൊണ്ട് നിലവിലെ കാവൽ സർക്കാർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പുതിയ സർക്കാർ വരും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇവരുടെ ഉള്ളിലെ ഉറക്കിക്കിടത്തിയിരുന്ന ആ ക്രിമിനൽ മൈൻഡിനെ അങ്ങ് തുറന്നു വിടാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, എവിടെയെങ്കിലുമൊക്കെ സംഘപരിവാറിന് കുറച്ച് ആധിപത്യം കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാരോടാണ് മൽപ്പിടുത്തത്തിന് ഇറങ്ങുന്നത്. മനസ്സിലായല്ലോ? ഉള്ള ശേഷി, അത് ആണും പെണ്ണും ഉൾപ്പെടെയുള്ള കുലസ്ത്രീകളെല്ലാം രംഗത്തിറങ്ങി ഇത് അവരുടെ ഒരു പ്രത്യേക പ്രദേശമാക്കി അവിടെ തിരിച്ച് പ്രതികരണങ്ങൾ പാടില്ല, BJP-ക്കാർ എന്ത് ചെയ്താലും വായും പൊത്തി നിന്നോളണമെന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ ധരിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ ഒരു കാവൽ സർക്കാർ ആണെങ്കിൽ പോലും BJP-ക്കാരുടെ ഈ ചെവിക്ക് പിടിച്ചെന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ലോക്കാക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടിയാണ് പോലീസിന്റെ നേതൃത്വത്തിലുണ്ടാവുന്നത്. അത് വല്ലാത്ത ഹാലിളക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വട്ടിയൂർക്കാവിലെ തന്നെ കുറച്ച് 6ഓളം BJP-ക്കാരെ, കുറച്ചല്ല 6ഓളം BJP-ക്കാരെയും നിരവധി ഏകദേശം 80ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, കണ്ടാൽ അറിയാവുന്നവർ. അതിനോടൊപ്പം തന്നെ 6 പേരുടെ അറസ്റ്റ് നടന്ന ഉടനെ BJP-ക്കാരുടെ ഒരു പ്രതികരണം കാണണ്ടേ? തിരുവനന്തപുരം നെട്ടയത്തെ CPIM BJP സംഘർഷത്തിൽ 6 BJP പ്രവർത്തകർ അറസ്റ്റിൽ. വൈദ്യപരിശോധനയ്ക്കായി പ്രവർത്തകരെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. BJP പ്രവർത്തകർക്ക് പിന്തുണയുമായി മേയർ VV രാജേഷും സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയനും ആശുപത്രിയിൽ എത്തി. ഇപ്പോൾ സിറ്റി ജില്ലാ അധ്യക്ഷൻ നമ്മളോട് ചേരുന്നുണ്ട്. എന്താണ് വലിയ ക്രൂരമായ മർദ്ദനമാണ് പ്രവർത്തകർ? അതിക്രൂരമായ മർദ്ദനമാണ് നടന്നിട്ടുള്ളത്. പോലീസ് വണ്ടിയിൽ, പണ്ട് ഇടിവണ്ടി എന്ന് പറയുന്ന വാക്ക് അനർത്ഥമാകുന്ന തരത്തിലേക്ക് തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് പോലും നടക്കാത്ത പോലീസ് രാജാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഒരു പ്രകോപനവുമില്ലാതെ ഒരു ക്ഷേത്രത്തിന്റെ വാത് ചവിട്ടിപ്പൊളിച്ചാണ് അതിനകത്ത് പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ പോലീസ് കമ്മീഷണറുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. അപ്പൊ സമാധാനം കാക്ഷിക്കുകയാണ് BJP-യുടെ ആഗ്രഹം. സമാധാനം കാക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതൃത്വം എന്ന നിലയിൽ സിറ്റി പോലീസ് കമ്മീഷണറുമാർ ഉച്ചയ്ക്ക് നടക്കുന്ന ചർച്ചയിൽ ആ ചർച്ചയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനം ഞങ്ങൾ ഇറങ്ങി. ആ സമയത്താണ് ഈ അറസ്റ്റ് നടക്കുന്നത്. അറസ്റ്റ് ചെയ്യുന്നതിന് മാത്രമല്ല, വളരെ ക്രൂരമായ മർദ്ദനം. ഇത് പോലീസിന്റെ, അതായത് CPM-ന്റെ ഗുണ്ട എന്ന നിലയിൽ തന്നെയാണ് ഈ വട്ടിയൂർക്കാവ് CI പ്രവർത്തിക്കുന്നത്. ശക്തമായ നിലപാട് പാർട്ടി എടുക്കും. ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് അതൊരു കുടുംബ പ്രശ്നമാണെന്നാണ് CPM പറയുന്നത്. ഏത് പ്രശ്നത്തിനെയും കുടുംബ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ ആടിനെ പട്ടിയാക്കുന്ന ഒരു ഏർപ്പാട് CPM-നുണ്ട്. അതിനോട് നടന്നത് CPM-ന് അങ്ങനെയാണല്ലോ. ഏത് കാര്യത്തിനെയും കുടുംബ പ്രശ്നം, മറ്റേ പ്രശ്നം, മറിച്ച പ്രശ്നം എന്ന് പറഞ്ഞ് ഈ ആടിനെ പട്ടിയാക്കുന്ന ഒരു തന്ത്രം CPM-നുണ്ട്. അത് തന്നെയാണ് നടന്നത്. എന്താണ് BJP-യുടെ ഒരു തുടർ തീരുമാനം? എന്താണ് തുടർ തീരുമാനം? ഞങ്ങൾ ആലോചിച്ചിട്ട് തുടർ തീരുമാനം ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു പോലീസിന്റെ മർദ്ദനം ഇനി അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇതിന്റെ പേരിൽ അത് FIR എടുക്കണം, പോലീസിനെതിരെ ശക്തമായിട്ടുള്ള കേസെടുക്കണം. അതിന് സംശയം വേണ്ട. കുറ്റക്കാരെ കണ്ടെത്തി പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാന്യമായിട്ടുള്ള നടപടി എടുക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. കേട്ടല്ലോ, അടിയന്തരാവസ്ഥ കാലത്തെ പോലീസാണത്രേ. അതായത് പുറത്ത് നിന്നാലും മതി, ഇപ്പോഴേ അധികാരം കയ്യിൽ നിന്ന് പോയിട്ടില്ല. 4-ാം തീയതി പുതിയ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് അങ്ങനെ നഷ്ടപ്പെടുന്നെങ്കിൽ പോകാൻ പോകുന്നത്. അതുവരെ ഇതിനകത്ത് വിളച്ചിലെടുക്കാമെന്ന് കരുതിയാൽ ഊപ്പാട് വന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ കാണുന്നത്. ഹാലിളക്കം കണ്ടില്ലേ? ഇന്നിപ്പോൾ ജനറൽ ഹോസ്പിറ്റലിന്റെ മുന്നിൽ മേയർ വരുന്നു, അതിനോടൊപ്പം തന്നെ ജില്ലാ പ്രസിഡന്റുമാർ വരുന്നു, ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല, ഈ വെട്ടൂർക്കാവിലിരിക്കുന്ന CPM-കാരനെന്നാണ് പറയുന്നത്. അതായത് CPM-കാരനെ പോലെയാണ് പെരുമാറുന്നത്. കാര്യം നിയമം നേരെ നടപ്പാക്കുന്നവരെല്ലാം അങ്ങനെയാണല്ലോ ഈ നാട്ടിൽ. ആ രീതിയിൽ ഒരു നാടിനെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഒരു കുരുതിക്കളമാക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ട് അതിന് നടപടി സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, എളുപ്പമുണ്ടല്ലോ. അതായത് തോന്നിവാസം, ഒരു മലമുകളിലെ ഒരു കുടുംബ പ്രശ്നമാണ്, അതിർത്തി തർക്കമാണ്. ആ അതിർത്തി തർക്കത്തെ എങ്ങനെയാണ് സ്ത്രീകളുമായി കണക്ട് ചെയ്തുകൊണ്ട് നഗ്നതാ പ്രദർശനം നടത്തിയെന്നൊക്കെ വ്യാജത്തരം ഉണ്ടാക്കുന്നത്. ഇവർക്ക് എന്ത് വിഷയത്തിലും ഇങ്ങനെയാണല്ലോ. ഉടനടി പെണ്ണ് കേസ് കൊണ്ടുവരിക, എന്നിട്ട് അതിന്റെ പേരിൽ അവർക്ക് അവിടെ കുളം കലക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരംശം പോലും പോലീസ് അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തില്ല. എന്നിട്ട് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അതൊരു കണക്കിന് ആവശ്യമാണ്. ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഓച്ചാനോ ഒക്കെ അല്ലെങ്കിൽ അച്ചാരം മേടിച്ചുകൊണ്ട് ഇവരെ വളർത്തുന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇന്നലെ ഇവരെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങി കൂട്ടിയപ്പോഴെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. കാര്യം ഇവർ വളരെ വിനയാന്വിതരായ മുന്നമാരായിട്ടൊക്കെയാണ്
പലരോട് ഇടപഴകാറുള്ളത്. പക്ഷേ ഒരു റിയൽ മുന്നേ അല്ല, റിയൽ കപടന്മാരാണെന്ന് നിങ്ങൾക്ക് വരും കാലങ്ങളിൽ ബോധ്യപ്പെടും. ഇപ്പോൾ തന്നെ ഈ ഒരു സംഭവവികാസവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ ഓരോരുത്തർക്കും ആ വിഷയങ്ങൾ അറിഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ക്രൂഡ് മൈൻഡുകളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള സാഹചര്യം കൂടിയാണ്. എവിടെയെങ്കിലുമൊക്കെ സംഘപരിവാറിന്റെ സ്വാധീനം ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടുകാർക്ക്, ഈ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ സവർണ അല്ലെങ്കിൽ ഹിന്ദുക്കളാണല്ലോ ഈ പറയുന്ന BJP-ക്കാരെന്ന് പറയുന്നത്, അവർ അധികാര കേന്ദ്രങ്ങളിലേക്ക് വരാൻ വേണ്ടി രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന്റെ പിന്നിൽ നിന്ന് പിന്തുണയ്ക്കുന്ന പിന്നോക്ക അവസ്ഥയിലുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്വയം നിങ്ങളുടെ കുഴി തോണ്ടുകയാണ്. അതുകൊണ്ടാണ് രാജ്യത്താകമാനം നോക്കിക്കഴിഞ്ഞാൽ BJP-ക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലൊക്കെ എന്താണ് ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക ഹിന്ദുക്കളുടെയൊക്കെ അവസ്ഥയൊന്നും നോക്കിയാൽ മതി. അതുപോലെ തലസ്ഥാനത്തേക്കും കേരളത്തിലേക്കും അത് കടത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമം ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എല്ലാം കഴിഞ്ഞു. UDF പറയുകയാണ്, ഇതാ ഞങ്ങൾ വന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രി ചർച്ച നടക്കുമ്പോൾ ഒരു സൈഡിൽ BJP വാല് പൊക്കി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങൾ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം രാജ്യത്താകമാനം എവിടെയെങ്കിലും കോൺഗ്രസ് അധികാരത്തിരുന്നിടത്ത് BJP വളരാതിരുന്നിട്ടില്ല. അവർ കോൺഗ്രസ് എന്ന ആ മരത്തിൽ ചാരി പയ്യെ പടർന്ന് പന്തലിച്ച ചരിത്രമേ ഉള്ളൂ. അത് ഇത്തവണ ഇവിടെ അധികാരം ഒരു പക്ഷേ മാറിപ്പോവുകയാണെങ്കിൽ BJP-ക്കാരുടെ ഉള്ളിലെ ആ സന്തോഷവും ആത്മവിശ്വാസവും എന്താണെന്നാണ് ഈ വട്ടിയൂർക്കാവിൽ ദൃശ്യമായതെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്. പക്ഷേ ആ കാര്യത്തിൽ പോലീസിന്റെ ഇടപെടൽ, ഇപ്പോൾ 6 പേരെ അറസ്റ്റ് ചെയ്തു, ഒരു വിട്ടുവീഴ്ചയില്ല. ബാക്കി ഉള്ളവരെ കൂടി വരും ദിവസങ്ങളിൽ തൂക്കിയെടുത്ത് അകത്തുണ്ട്. കാര്യം ഇവരെയൊക്കെ കുറച്ച് കേസുകളിൽ പെടുമ്പോഴത്തേക്കും കാര്യങ്ങൾ മനസ്സിലാകും. ഈ കേസുകളിൽ പെട്ട് കഴിഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ, അതായത് ക്രിമിനൽ കേസുകളിൽ പെട്ട് കഴിഞ്ഞാൽ ഇവരെയൊക്കെ ജോലികളോ അല്ലെങ്കിൽ വരും കാലത്തൊക്കെ ഇത്തരം അഭ്യാസ പ്രകടനം ഇറക്കിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു സൂചന ആ നടപടികളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഇനി ഇതുപോലെ വാല് പൊക്കാനിരിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള സൂചന കൂടി ആയിരിക്കണമെന്ന് പറയേണ്ടി വരികയാണ്.